സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ വ്യാപകമായി വിജിലൻസ് റെയ്ഡ് നടന്ന ദിവസമാണ് ഇന്നലെയും ഇന്നും. ഓപ്പറേഷൻ തണ്ടർ എന്ന് പേരിട്ട് നടത്തിയ റെയ്ഡിൽ നിരവധി ക്രമക്കേടുകളാണ് വിജിലൻസ് കണ്ടെത്തിയത്. ഇതുവരെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പുറത്തു വരാത്ത തരത്തിലുള്ള ക്രമക്കേടുകളാണ് ഈ വിജിലൻസ് റെയ്ഡിൽ കണ്ടുപിടിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപകട കേസുകൾ, വാഹനാപകട കേസുകളുമായി ബന്ധപ്പെട്ട, ഇൻഷുറൻസ് കേസുകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളാണ്. അത് പലതും കേസാക്കാതെ പോലീസ് സ്റ്റേഷനുകളിൽ തന്നെ ഒത്തുതീർപ്പാക്കാൻ പോലീസുകാർ ശ്രമിക്കുന്നു. അതിൻ്റെ ഇരകളെ സമ്മർദ്ദം ചെലുത്തുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ക്രമക്കേടും അഴിമതിയും അത്തരം കാര്യങ്ങൾ നടക്കുന്നതായി കണ്ടെത്തി. അത്തരത്തിലുള്ള 40ഓളം സ്റ്റേഷനുകൾ തന്നെ ഇയർമാർക്ക് ചെയ്ത് കഴിഞ്ഞു വിജിലൻസ്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും ചില സ്റ്റേഷൻ ഓഫീസർമാരെ, ചില സ്റ്റേഷൻ്റെ ചുമതലയുള്ള SHOമാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമെന്നും വിജിലൻസ് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് ആദ്യം പോകേണ്ടത്. ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെയാണ് ഈ വിജിലൻസിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയത് എന്നുള്ള ചില കാര്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില സംഭവവികാസങ്ങൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ്. ഈ പറയുന്ന തരത്തിലുള്ള ക്രമക്കേടുകൾ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സംസ്ഥാനത്തെ 53 പോലീസ് സ്റ്റേഷനുകളിലാണ് ഈ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത്. അത് നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ നൽകിയ വിവരപ്രകാരമുള്ള അത് കൃത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേഷനുകളിൽ ഒരു മിന്നൽ പരിശോധനയായിരുന്നു വിജിലൻസ് നടത്തിയത്. 53 പോലീസ് സ്റ്റേഷനുകളിലാണ് പരിശോധന നടത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിലാണ് ഇത് നടത്തിയത്. വളരെ അപ്രതീക്ഷിതമായിരുന്നു പരിശോധന എന്നതുകൊണ്ട് പോലീസിന് ഒരു മുൻകരുതൽ ഇക്കാര്യത്തിൽ എടുക്കാൻ സാധിച്ചില്ല. പോലീസിൻ്റെ മാഫിയ ബന്ധത്തെക്കുറിച്ചുള്ള കണ്ടെത്തലാണ് അതിലേറ്റവും പ്രധാനം. പോലീസ് മാഫിയകളുമായി ഒത്തുചേർന്നാണ് പ്രവർത്തിക്കുന്നത് എന്ന കണ്ടെത്തൽ വിജിലൻസ് നടത്തുകയുണ്ടായി. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം റേഞ്ചുകൾക്ക് കീഴിൽ 3 റേഞ്ചുകൾക്ക് കീഴിലാണ് ഈ പരിശോധന നടന്നത്. അതായത് സംസ്ഥാനം ഒട്ടാകെ ഒറ്റ ദിവസം വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി നടത്തിയ ഒരു പരിശോധനയായതുകൊണ്ട് അത് ഒഴിവാവാൻ അതിൻ്റെ കുറ്റവാളികളായ ആളുകൾക്ക്, ക്രമക്കേടുകൾ നടത്തിയവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാര്യം. നിരവധി CIമാർ ഇക്കാര്യത്തിൽ ഈ മാഫിയ ബന്ധമുണ്ട് എന്ന് വിജിലൻസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ നടപടിക്ക് വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, 10 SHOമാർ, SI തസ്തികയിലുള്ള ആളുകൾക്കെതിരെ, സ്റ്റേഷൻ ഇൻചാർജുമാർക്കെതിരെ നടപടി വേണമെന്ന് വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥരിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് തന്നെ പണം കണ്ടെത്തിയിരിക്കുന്നു. അത് കണക്കിൽപ്പെടാത്ത പണം എന്നാൽ അത് കൈക്കൂലിയോ അഴിമതിയോ ആയി തന്നെ വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരും. വിവിധയിടങ്ങളിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് സ്വർണവും പിടിച്ചെടുത്തിരിക്കുന്നു. തൊണ്ടി മുതലല്ലാത്ത, തൊണ്ടി രജിസ്റ്ററിൽ പേര് ചേർക്കാത്ത സ്വർണവും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. പോലീസും രാഷ്ട്രീയക്കാരും ഉൾപ്പെട്ട ഗൂഢസംഘം ഉണ്ട് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. അത് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അത്തരത്തിലുള്ള സംഘങ്ങൾ മാഫിയകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇത് വളരെ പുറത്തു വരാത്തൊരു സംഭവമാണ്. കാരണം ഇപ്പോഴും അത്തരം സാഹചര്യം നിലനിൽക്കുന്നു പോലീസ് സ്റ്റേഷനുകളിൽ എന്നുള്ളത് ഈ വിജിലൻസിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ക്വാറി, ലോറി, ബ്ലേഡ് മാഫിയകളുമായി പോലീസിന് ബന്ധമുണ്ട്. ഇത് നെയ്യാറ്റിൻകര സനൽ എന്ന യുവാവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇത്തരം ആരോപണങ്ങൾ അതിൽ ആരോപണ വിധേയനായ ഹരികുമാർ എന്ന DYSPക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്നു. സമാനമാണ് ഇപ്പോൾ പല സ്റ്റേഷനുകളിലെ കാര്യം. വാഹനാപകടം അഭിഭാഷകരെ അറിയിച്ച് കമ്മീഷൻ വാങ്ങുന്ന ആളുകൾ വരെ പോലീസ് സേനയിലുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഈ വിജിലൻസ് പരിശോധനയിൽ പുറത്തായിട്ടുള്ളത്. 40 സ്റ്റേഷനുകളിൽ ആക്സിഡൻറ്റ്, പണമിടപാട് കേസുകൾ കോഴ വാങ്ങി ഒത്തുതീർപ്പാക്കുന്നു. അതായത് കേസ് രജിസ്റ്റർ ചെയ്യാതെ ആളുകളിൽ നിന്ന് പണം ഈടാക്കിക്കൊണ്ട് അത് ഔട്ട് ഓഫ് ദ പോലീസ് സ്റ്റേഷൻ സെറ്റിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു ആരോപണം. റിപ്പോർട്ട് 3 മാസത്തിനകം വിജിലൻസ് ഡയറക്ടർക്ക് സമീപിക്കും. ഈ 51 സ്റ്റേഷനുകളിലായി നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് 3 മാസത്തിനകം വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിക്കും. അതിനുശേഷം ഈ നടപടി സംബന്ധിച്ച ശുപാർശയും നൽകും എന്നാണ് വിജിലൻസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന തലത്തിൽ നടന്ന ഈ ഓപ്പറേഷൻ തണ്ടറിനെ കുറിച്ചുള്ള വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ശ്യാം ചേരുന്നു. ശ്യാമിൻ്റെ റിപ്പോർട്ടിലേക്ക്. അജിംസ്, പോലീസിലെ മാഫിയ ബന്ധം കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം രാവിലെ 10:30 സംസ്ഥാന വിജിലൻസ് ഓപ്പറേഷൻ തണ്ടറിന് തുടക്കമിട്ടത്. സംസ്ഥാനത്തെ 53 പോലീസ് സ്റ്റേഷനുകളുടെ പട്ടിക തയ്യാറാക്കിക്കൊണ്ട് അവിടെ പരിശോധന നടത്തുക എന്നതായിരുന്നു തണ്ടറിലൂടെ വിജിലൻസ് ലക്ഷ്യമിട്ടത്. അത് ഏതാണ്ട് പൂർണ്ണമായും വിജയം കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ തോതിലുള്ള ക്രമക്കേടുകളാണ് വിജിലൻസ് ഓപ്പറേഷൻ തണ്ടറിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. പലയിടത്തും പണം, കണക്കിൽപ്പെടാത്ത പണമുണ്ട്, സ്വർണമുണ്ട്, മൊബൈൽ ഫോണുകളുണ്ട്. അതിനു പുറമെ ചില സ്റ്റേഷനുകൾ, ഇപ്പോൾ ഈ കരുനാഗപ്പള്ളി പോലെയുള്ള സ്റ്റേഷനുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഫണ്ട് തന്നെ ഏതാണ്ട് 80,000 രൂപ സ്റ്റേഷനിൽ നിന്ന് കാണാനില്ല.
ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് പ്രധാനമായും വിജിലൻസ് കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ വിജിലൻസ് മറ്റൊരു കണ്ടെത്തലിലേക്ക് കാര്യങ്ങളെത്തി. അതായത് സംസ്ഥാനത്തെ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഇൻഷുറൻസ് തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നതാണ് ഇന്ന് രാവിലെ വിജിലൻസിൻ്റെ മറ്റൊരു അനുമാനം വന്നിരിക്കുന്നത്. അതായത് ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ ആ അപകടം ഉണ്ടാകുന്ന സമയത്ത് തന്നെ അത് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ തന്നെ ഇരയ്ക്ക് വേണ്ടി ഒരു അഭിഭാഷകനെ പോലീസ് തന്നെ നിയോഗിക്കുന്നു, അല്ലെങ്കിൽ വരുന്ന അഭിഭാഷകൻ പോലീസുമായി ബന്ധപ്പെട്ട് പോകുന്നു. എത്രയും പെട്ടെന്ന്, അതായത് വലിയ ഇൻഷുറൻസ് തുക ലഭിക്കുന്ന കേസുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കോടതിയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ഈ സ്റ്റേഷനുകളിൽ നടക്കുന്നുണ്ട്. അത്തരത്തിൽ സ്റ്റേഷനുകളിൽ നടത്തി വേഗത്തിൽ തന്നെ ഇത് കോടതിയിലെത്തിച്ച് അതിന് ഇരയ്ക്ക് അതിൻ്റെ പണം, അതിന് ലഭിക്കാവുന്ന പണം വാങ്ങിക്കൊടുത്ത ശേഷം അതിൽ നിന്ന് ലക്ഷങ്ങൾ അഭിഭാഷകൻ തന്നെ കമ്മീഷൻ കൈപ്പറ്റുക, അത് സ്റ്റേഷനിൽ അത് ഇത് ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥരാർക്കോ അവർക്ക് കൂടി അതിൻ്റെ പങ്ക് നൽകുക. ഇതാണ് സംസ്ഥാനത്തെ സ്റ്റേഷനുകളിൽ ഇത്തരം ഒരു പ്രവൃത്തി കൂടി നടക്കുന്നുണ്ട് എന്നാണ് വിജിലൻസിൻ്റെ ഓപ്പറേഷൻ തണ്ടർ ഇന്ന് രാവിലെ കണ്ടുപിടിച്ചത്. ഇതിലേറ്റവും പ്രധാനം ഇത്തരത്തിലൊരു സംഭവം അത് തെളിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2010-ലും 2013-ലും ഉള്ള കേസുകൾ പലതും, അതായത് വാഹനാപകട കേസുകൾ പലതും FIR മാത്രമായി സ്റ്റേഷനുകളിൽ നിൽക്കവെയാണ് ഇത്തരത്തിലുള്ള വലിയ ഇൻഷുറൻസ് തുക ലഭിച്ചേക്കാവുന്ന കേസുകൾ വേഗത്തിൽ പരിഗണിച്ച് വിടുന്നത്. അത്തരത്തിലാണ് വിജിലൻസിൻ്റെ സംശയം ഇക്കാര്യങ്ങളിലേക്കൊക്കെ പോയത്. ഏതായാലും 40-ലധികം സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ. ഇതിനു പുറമെ നേരത്തെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ കാസർഗോഡ് ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ SIയുടെ പക്കൽ നിന്ന് കഞ്ചാവൊക്കെ വിജിലൻസ് പിടിച്ചെടുത്തിരുന്നു. ഇദ്ദേഹത്തിനെതിരെ വകുപ്പുതല നടപടിക്ക് ഇപ്പോൾ തന്നെ വിജിലൻസ് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 10-ലധികം പേർക്കെതിരെയാണ്, 10-ലധികം SHOമാർക്കെതിരെയാണ് വിജിലൻസ് ഇതിനോടകം വകുപ്പുതല നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ശുപാർശ ചെയ്യാൻ പോകുന്നത്. ഏതായാലും 3 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ തണ്ടറിൻ്റെ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടറുടെ മുന്നിലേക്ക് വരും. അദ്ദേഹമാണ് ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിൽ ഈ ഒരു ഓപ്പറേഷന് അദ്ദേഹമാണ് പേരിട്ടത്. വിജിലൻസിൻ്റെ SP-മാരാണ് ഈ ഒരു റെയ്ഡിന് നേതൃത്വം നൽകിയത്. ആ റിപ്പോർട്ട് അദ്ദേഹത്തിന് മുന്നിലേക്ക് വരും. ആ റിപ്പോർട്ടിന് ശേഷം അദ്ദേഹം അത് സംസ്ഥാന DGPക്ക് ഇത് കൈമാറും. ഏതായാലും പോലീസിൽ ഏതാണ്ട് 53 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി ഏതാണ്ട് 10-ലധികം അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ വിജിലൻസ് കണ്ടെത്തി കഴിഞ്ഞു. ഇവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കടുത്ത നടപടിയിലേക്ക് സേന പോകും. പ്രത്യേകിച്ചും ഈ സർക്കാർ വന്ന ശേഷം ഇത് ആദ്യത്തെ സംഭവമാണ്. ഇത്രയധികം പോലീസ് സ്റ്റേഷനുകളിൽ വിജിലൻസ് ഒരുമിച്ച് കയറി, ഒരേ സമയത്ത് കയറി ഇത്രയും വലിയൊരു പരിശോധന നടത്തുന്നത് ഇത് ആദ്യത്തെ സംഭവമാണ്. ഇപ്പോൾ ഏതാണ്ട് ഇത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെ 10:30-ക്ക് ആരംഭിച്ചതാണ്. ഇപ്പോഴും ഈ ഒരു വിജിലൻസിൻ്റെ പരിശോധന തുടരുകയാണ്. ഇന്ന് രാവിലെ വിജിലൻസ് പ്രധാനമായും പരിശോധിച്ചത് ഫീൽഡ് വിസിറ്റാണ് അവർ നടത്തിയത്. എന്തെന്നാൽ ഈ റവന്യൂ തന്നെ നേരത്തെ കുറച്ച് കോറികൾ, അതുപോലെ തന്നെ ഈ മണലൂറ്റ് കേന്ദ്രങ്ങൾ ഇവർക്കൊക്കെ സ്റ്റോപ്പ് മെമ്മോ പോലീസ് വഴി നൽകിയിരുന്നു. അവിടെയൊക്കെ ഇപ്പോഴും പ്രവർത്തനം നടക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകിയ തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ കുറെ നാളുകളായി വിജിലൻസിന് കാര്യമായ ജോലിയില്ല എന്നൊരു പരാതി നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാരണം അഴിമതി കേസുകളിൽ സർക്കാർ അനുമതിയോടുകൂടി മാത്രമേ കേസെടുക്കാവൂ എന്ന തീരുമാനം, അത്തരം പരാതികൾ സ്വീകരിക്കുന്നതിൽ പോലും ഉണ്ടാകുന്ന കാലതാമസം, ഇതെല്ലാം വിജിലൻസിന്റെ ഒരു ഗതിവേഗത്തെ കുറച്ചിരുന്നു. പക്ഷേ പോലീസ് സേനയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിജിലൻസിന്റെ ഇടപെടലുകൾ തീർച്ചയായും വിജിലൻസിന് തന്നെ ഗുണപ്രദമാണ്. വിജിലൻസിന്റെ പ്രവർത്തനത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാണ്. എന്തായാലും പോലീസ് സേനയെ കൂടുതൽ നവീകരിക്കാൻ ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ സഹായകരമാകുന്നുണ്ട്. മറ്റൊന്ന്, പൊതുജനത്തിനറിയാമെങ്കിലും അതൊരു വ്യാപകമായി ചർച്ചയാവാതിരുന്ന പല ക്രൈമുകളും പോലീസ് സേനയ്ക്കകത്ത് നടക്കുന്നു എന്ന സുപ്രധാന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരികയാണ്.